ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ഓസ്ലർ എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിഥുൻ മാനുവൽ തോമസ് ഈ ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് ഈ ഒരു സിനിമയിലേക്ക് ഒരുവിധം പ്രേക്ഷകരെയും എത്തിക്കാനുണ്ടായ പ്രധാന കാരണം. അറിയാം, അഞ്ചാം പാതിര എന്ന് പറയുന്നൊരു സിനിമയുടെ ലെവല് ഏതറ്റം വരെ പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങ് കൊറിയയിൽ മാത്രമല്ലടാ, ഇങ്ങ് മലയാളത്തിലും നല്ല അടിപൊളി ത്രില്ലർ ചെയ്യാൻ പിള്ളേരുണ്ടെന്ന് നമ്മൾ അന്ന് ടാഗ് ലൈനും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഓസ്ലർ എന്നൊരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് മറ്റൊരു പ്രതീക്ഷ കൂടി ഉണ്ടായിരുന്നു. അതായത് ജയറാം എന്ന നടൻ, അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു കഥാപാത്രം വളരെ ബെറ്റർ ആയിരുന്നു. അഞ്ചാം പാതിര എന്ന് പറയുന്നൊരു സിനിമയായിട്ട് ഈ ഒരു സിനിമയെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റൂല. കാരണം അത് വേറൊരു സ്റ്റൈലാണ്, ഇത് വേറൊരു സ്റ്റൈലാണ്. അത് ഡയറക്ടർ തന്നെ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള രൺധീർ കൃഷ്ണൻ പുള്ളി നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഈ ഒരു സിനിമയിലെ ഒരു എൻഗേജിങ് ഫാക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതും അത് ഏതൊക്കെ തരത്തിലാണ് ഓരോ കഥാപാത്രങ്ങളുമായിട്ട് നമ്മളുമായിട്ട്, അതായത് പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നതെന്നും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിലെ പെർഫോമൻസുകളിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും വരികയാണെന്നുണ്ടെങ്കിൽ ജയറാമേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിനെ വളരെ വൃത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം ചെയ്തു വരുന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ മോശമായിരുന്നു, തിരഞ്ഞെടുപ്പ് വളരെ മോശമായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണണമെന്ന് തന്നെ പലപ്പോഴും തോന്നിയിട്ടില്ല. ജെനുവിനായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് വളരെ നന്നായിട്ട് തന്നെയാണ് തോന്നിയതും ആ കഥാപാത്രം വളരെ വൃത്തിയായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രെയിലറിലും ടീസറിലും ഒക്കെ കണ്ട ഒരുപാട് പേര് എന്താ പറയുക, ഒരു ഹിഡൻ ഫാക്ടറായിട്ട് വെച്ചിരുന്നൊരു സംഭവമായിരുന്നു മമ്മൂക്ക എന്ന് പറയുന്നത്. ബട്ട് നടനും സംവിധായകനും ക്രൂവും ഒക്കെ തന്നെ ഇതിനെ എന്താ പറയുക, റിവീൽ ചെയ്ത ഒരു സംഭവം വെച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻട്രോ എന്ന് പറയുന്നത് ഒരു മരണമാസ് ഇൻട്രോ തന്നെ ആയിരുന്നു, ഒരു കിടിലൻ ഇൻട്രോ തന്നെ ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാം ടോട്ടലി നന്നായിട്ടുണ്ടായിരുന്നു. ഇനി എടുത്തു പറയേണ്ടത്, ഇതിൽ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുറച്ച് ആൾക്കാർ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം അവർ അത്രയും വലിയ പ്രോ ആക്ടേഴ്സ് അല്ല. ബട്ട് എന്നിരുന്നാൽ പോലും ഒരു മിനിമം ക്വാളിറ്റിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ സംവിധായകനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനോ ഒക്കെ ഈ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവരെ മാറ്റി അടുത്ത ആളെ കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ അത്രയും ഇതായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ പലപ്പോഴും ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു സംഭവമുണ്ട്. ആ സംഭവം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് ഫൈറ്റിനുള്ളൊരു സ്റ്റാർട്ടപ്പ് വന്നെങ്കിൽ പോലും കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ഫൈറ്റിന് പോലും ഒരു ഭംഗി വന്നു തുടങ്ങി. അല്ലാതെ തുടക്കത്തിലെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ അടിക്കി, ഞാൻ വെയിറ്റ് ചെയ്യാണ്, വാടാ എന്ന് പറയുന്നൊരു സംഭവം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് രണ്ടടങ്ങിൽ എസ്പെഷ്യലി ഹോസ്പിറ്റൽ സീൻസിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ജയിൽ സീക്വൻസിലാണെങ്കിൽ രണ്ട് പോലീസുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനിവിടെ വെറുതെ നിൽക്കുകയാണ് സാർ, എന്നോട് എന്തെങ്കിലും പറയൂ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടുപേരിൽ നിന്ന് അഭിപ്രായങ്ങൾ പറയും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. സോ അതൊക്കെ വിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും വലിയ കിടിലൻ എലമെൻറ്റ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്താളെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിട്ട് തന്നെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ പലയിടങ്ങളിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു തിരികൊളുത്തുന്ന ഒരു സാധനമില്ലേ, അതുപോലെ ഇങ്ങനെ കത്തി കയറി വരേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്, അവിടെയൊക്കെ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സിനിമ കൊണ്ടുവന്ന് എൻഡ് ചെയ്യിപ്പിക്കുന്ന ചില പോർഷൻസ് ഉണ്ട്. ആ എൻഡ് ചെയ്യിപ്പിക്കുന്ന പോർഷൻസിൽ കിട്ടുന്ന ഒരു കിക്ക്, അത് ഒരു വെയിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കം കൂടിയാണ്. സോ ടോട്ടലി ഈ സിനിമയിലേക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും ബാക്കിയുള്ള സെഷൻസൊക്കെ നമ്മുടെ ഒരു അറിവിൻ്റെ പരിധിയിൽ വെച്ചിട്ട് വളരെ നന്നായിട്ട് തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ സിനിമയെ ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് വൺ ടൈം വാച്ചബിളിന് ഒരു അടിപൊളി മൂവി തന്നെയാണ് ഓസ്ലർ എന്ന് പറയുന്നത്. എനിവേ, ജയറാം എന്ന് പറയുന്നൊരു നടന് കിട്ടിയ, വളരെ കാലത്തിന് ശേഷം കിട്ടിയ നല്ലൊരു സിനിമ. സോ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ, ഇൻ ഷോർട്ട് മൊഴി ഈ സിനിമയ്ക്ക് എടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. അപ്പോൾ പുതിയ വീഡിയോസ് റിവ്യൂസ് റോസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.